എനിക്ക് കേട്ടോ ഇവിടുന്നൊന്നും നിർത്തൂല. ഞാൻ സർവ്വ മൗലവിമാരെ കൊണ്ടും സലാത്ത് ചെല്ലിക്കുന്നു. ഏതല്ലാത്ത സലാത്ത്, റസൂലുള്ളാഹി പഠിപ്പിക്കാത്ത സലാത്ത് മൗലവിമാരെ നാവ് കൊണ്ട് ചെല്ലിക്കാൻ പോവാണ്. എല്ലാരും കേട്ടോളി. ആദ്യമായിട്ട് കാടസൻ സലാത്ത്. കാടസൻ തന്നെ മൂന്ന് സലാത്ത് ആരെ കൊണ്ടാ ചെല്ലിക്കുന്നത്? മുത്തുമാണിക്കല്ലിനെ കൊണ്ട് ചെല്ലിക്കാം. മുത്തുമാണിക്കല്ല് 3 സലാത്ത് ചെല്ലിപ്പോ. ആ 3 ഹദീസിന്റെ കിതാബിൽ കാണിച്ചു തരാൻ ഞാൻ വെല്ലുവിളിക്കുന്നു സർവ്വ മൗലവിമാരെ. ആ മുത്തുമാണിക്കല്ലൊന്ന് ചെല്ലട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത് മൗലവി? ഒന്ന്. രണ്ടാമത്തെ കേട്ടവനെ അത് മിമ്പർ മതിയല്ലേ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ മുജാഹിദീനൽ ഫായിസീൻ. അത് ഏത് ഹദീസിന്റെ കിതാബിലാ ഉള്ളത്? മൂന്നാമത്തെ വരട്ടെ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. അത് ഏത് ഹദീസ്? അത് ഇവിടുത്തതാ, കാസർഗോഡ് വഴിയാ. അപ്പോ 3 സലാത്ത് ഞാൻ നമ്മളെ മുത്തുമാണിക്കല്ലിനെ കൊണ്ട് ചെല്ലിച്ചിട്ടുണ്ട്. ആ 3ന്റെയും റിപ്പോർട്ട് അടുത്ത വരവിന് പറയണം സലഫി. നിങ്ങൾക്ക് ഹദീസിലെ കിതാബിൽ ഇല്ലാത്ത സലാത്തില്ല പറ്റുമോ? ഒന്ന്. ഇനി നമ്മളെ സക്കരിയാനെ കൊണ്ട് ചെല്ലിക്കട്ടെ ഒരു 2 എണ്ണം. സക്കരിയാനെ കൊണ്ട് ഞാൻ 2 സലാത്ത് ചെല്ലിക്കുന്നുണ്ട്. അത് ഹദീസിന്റെ കിതാബിൽ സക്കരിയ ഒന്ന് കാണിച്ചു തരണേ. സക്കരിയാന്റെ അനുയായികളും കാണിച്ചു തരണേ. ഒന്ന് ചെല്ലിച്ചാട്ടവനെ ഒന്ന് വരട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അത് ഈ മൂപ്പര് ഡയറി നോക്കിയിട്ട് വായിച്ചില്ലേ? ഏത് റസൂലുള്ളാഹി ചൊല്ലിയ സലാത്തേ പാടുള്ളൂ. അതിന്റെ ലാസ്റ്റ് ചൊല്ലിയ സലാത്താണിത്. അപ്രസംഗത്തിൽ അതേ പ്രസംഗത്തിൽ ചൊല്ലിയ സലാത്താണിത്. ഏത് ഹദീസിനെ ചാലാ മൗലവി കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഒന്ന് കൊടുത്തിരിക്കേ. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സലാത്ത് ഏത് ഹദീസിന്റെ കിതാബിലാ മൗലവി? കൊണ്ടുവാ ഹദീസിന്റെ കിതാബ്. ഇനി നമ്മൾ ആരെ കൊണ്ടാ ചെല്ലിക്കുന്നത്? ഇനി നമ്മളെ ഊതിയാ പറഞ്ഞ മൗലവിനെ കൊണ്ട്, നേതാവിനെ കൊണ്ടൊന്ന് ചെല്ലിക്കാം. നമ്മളെ നാരിയ സലാത്ത് നരകത്തിലാണ്ട് AP അബ്ദുൽ ഖാദർ മൗലവില്ലേ? ഊതിയാ പറഞ്ഞ നമ്മളെ നേതാവ്, കറുത്ത നേതാവ്. ആ മൗലവിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കറുത്ത നേതാവ്, അയാൾ പറഞ്ഞാണ്. ആ മൗലവിനെ കൊണ്ട് ചെല്ലിച്ചവനെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ. പറഞ്ഞു. അത് ഏത് ഹദീസിന്റെ കിതാബിലുള്ളത് മൗലവി? ഇനി നമ്മളെ ഇവരെ പ്രസിഡന്റ് ഉണ്ട്. ഇയാള് പറയുന്നുണ്ട് ഇവിടുന്ന് താടിക്ക് ഭയങ്കര നീളം വേണം, ജനങ്ങളെ പിടിച്ചാൽ ഇങ്ങനെ കിട്ടുന്നതിന്റെ അത്രയും നിങ്ങൾ നിർബന്ധമായും വെക്കണം മൗലവി. ജനങ്ങളെ മുപ്പര ചേറ്റി പോലത്തെ സ്ഥലത്തുനിന്ന് മുപ്പര നീണ്ട വയലാണ്. എന്നാൽ പ്രസിഡന്റിന്റെ താടി ഒന്ന് കണ്ടോളി. പ്രസിഡന്റ് KNM-ന്റെ കേരള പ്രസിഡന്റ് താടിയുടെ നീളം ഒന്ന് കണ്ടോളി. ആ മൗലവി ചൊല്ലുന്ന സലാത്ത് ഒന്ന് കേട്ടോളി. പ്രസിഡന്റിനെ കൊണ്ട് ചൊല്ലിക്കിട്ട ഒരു സലാത്ത്, ഹദീസിലില്ലാത്ത സലാത്ത് ചൊല്ലട്ട പ്രസിഡന്റ് വെക്കുവാനെ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രസിഡന്റിന്റെ സലാത്ത്. ഈ പ്രസിഡന്റ് പറഞ്ഞതെന്ത്? നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കണ്ട, നിങ്ങൾ പഠിച്ചോന്റെ അടുത്തൊന്നും പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മളായിക്കോളൂ. ഭയങ്കര സ്വാധീനായി കേട്ടു പഠിച്ചോന്റെ അടുക്കൽ. അതൊന്ന് വെച്ചു കൊടുക്കായോ? ഈ കാര്യം നാം പ്രത്യേകമായി ഓർക്കണം. നാം ഒരു പ്രതിസന്ധിയിലാണ്. നേതൃത്വത്തെ അംഗീകരിക്കാൻ നാം തയ്യാറാവുക. ആ നേതൃത്വം എടുത്ത തീരുമാനം അത് തെറ്റാണെങ്കിൽ ആ തെറ്റ് അവരിൽ ചുമത്താൻ നാം തയ്യാറാവുക. പരലോകത്തെ അള്ളാഹുവിന്റെ മുന്നിൽ റബ്ബേ ഇവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിനെ പിന്തുടർന്നത്, ഞങ്ങൾക്ക് അതുകൂടായിരുന്നു, ഈ പണ്ഡിതന്മാരാണ് ഞങ്ങൾ വഴിവേൽപ്പിച്ചത് എന്ന് നിങ്ങൾ പറയുക. അത് ഏറ്റെടുക്കാൻ കേരള ജനറൽ തയ്യാറാണ് എന്ന കാര്യം ഞാനിവിടെ പറയട്ടെ. കേട്ടില്ലേ? അപ്പൊ മൂപ്പര് ഏറ്റെടുക്കും. പിന്നെ മറ്റേ പോലെ പറഞ്ഞത് ഏറ്റെടുക്കാൻ കഴിയൂല. അത് കൂടെ വെച്ചിരുന്നാലേ പൂർത്തിയാവും. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തോണ്ടു ഞാൻ ഏറ്റോളും ഏൽക്കും. അവനാന്റെ കാര്യം തന്നെ അവിടെ കഷ്ടായിരിക്കും. മതി, ഉറപ്പല്ലേ കഷ്ടായിരിക്കും.